ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ നന്ദുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആദർശ് ചോദിക്കുക. അനിയാണെങ്കിലും ഇപ്പോൾ അതേ നയനയുടെ അരികിൽ പോയി കല്യാണം ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തു. രണ്ടുപേർക്കും എന്തൊക്കെയോ കുഴപ്പമുണ്ട്, ഇതൊക്കെ ആദർശ് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെ എന്നോടും മുത്തശ്ശനോടും ഒക്കെ പറയാൻ അവന് വലിയ പേടിയാണ്, അതുകൊണ്ട് അവൻ ഞങ്ങളോട് പറയാത്തതെന്നൊക്കെ പറയുന്നു. ഞാനാണെങ്കിൽ കല്യാണം കഴിക്കാൻ വൈകിപ്പോയി, എന്നാൽ അവനെങ്കിലും സമയത്ത് കെട്ടിട്ടെ എന്നാണ് കരുതിയത്. ഇനിയിപ്പോൾ 2-3 ബ്രാഞ്ചൊക്കെ അവനെ ഏൽപ്പിക്കാൻ പോവുക. അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാൾ വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു. ആ കുട്ടി എഡ്യൂക്കേറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ ജ്വല്ലറിയിൽ അവനൊരു കൂട്ടായിരിക്കും അനാമിക എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് നന്ദുവിൻ്റെ ഉള്ളിൽ പിടയ്ക്കുന്നു. അപ്പോഴേക്കും അച്ഛൻ മോളെ നോക്കുക കേട്ടോ. ആ സമയം ഇവിടെ ഒരാൾ നല്ല 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 ഡിസൈൻസ് ഒക്കെ ചെയ്ത് കമ്പനിക്ക് നേട്ടമൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്, പക്ഷെ അത് കണ്ട ഭാവം ആരും വെക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതേപ്പറ്റി ഇനി സീരിയസ് ആയിട്ട് ആലോചിക്കണമെന്ന് പറഞ്ഞു. നിനക്ക് കമ്പനിയിൽ ഒരു പോസ്റ്റ് തരുന്നതിനെ പറ്റി എന്നൊക്കെ പറയുമ്പോൾ അത് വേണ്ട ആദർശേട്ടാന്ന് നയന. വീട്ടിനകത്ത് തന്നെ ഒരുപാട് ജോലിയുണ്ട്, പിന്നെ എപ്പോഴെങ്കിലും സഹായം വേണമെങ്കിൽ അത് ചെയ്തു തരാം, അത്ര മതിയൊന്ന് നയന ആദർശനോട് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പം അച്ഛൻ ഭക്ഷണം കഴിപ്പ് മതിയാക്കി അങ്ങ് എഴുന്നേറ്റു. അയ്യോ മതിയാക്കുവാണോ എന്ന് ചോദിച്ചപ്പോൾ മതി മോനെന്നും പറഞ്ഞു അച്ഛൻ അങ്ങ് പോയി. തൊട്ട് പുറകെ നന്ദു എഴുന്നേറ്റ് പോയി. അപ്പോൾ എല്ലാവരും മതിയാക്കി അങ്ങ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദർശ് ഇത്രയും ഫുഡ് ഉണ്ടാക്കിയിട്ട് ആരും കഴിച്ചില്ലല്ലോ, എന്നാൽ പിന്നെ ഞാൻ ഒരെണ്ണം കൂടെ കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ആദർശ് കഴിക്കാൻ തുടങ്ങുമ്പം അല്ല മതിയെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു നയന. അത് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പോവല്ലേ, അപ്പോൾ പിന്നെ വേസ്റ്റ് ആയാലോ, അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ് നയനെ അങ്ങനെ ഇരിക്കുന്നു. വയറ് നിറയെ നമ്മുടെ ആദർശ് ചമ്മന്തിയൊക്കെ കോരി ഒഴിച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഞാൻ വരണമെന്ന് നിർബന്ധമാണോ എന്ന് ചോദിച്ചപ്പോൾ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, പിന്നെ അവിടെ ചെല്ലുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കാറിലേക്ക് നോക്കുന്നത് നീ വന്നോ എന്നുള്ളതായിരിക്കും എന്ന് ആദർശ് ഇങ്ങനെ പറയാം. ആ സമയത്ത് നിന്നെ കണ്ടില്ലെങ്കിൽ അവർ വളരെ വിഷമിക്കും, എനിക്ക് അതേ ഉള്ളൂ ആകെ ഒരു സങ്കടം എന്ന് പറയാനായിട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്നായി ഇങ്ങനെ ഇരുന്ന് കാണിക്കുന്നു. ആദർശ് എന്നിട്ട് കള്ള നോട്ടമൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുക. പിന്നെ വാരി കഴിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും വീട്ടിൽ നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. വണ്ടിയിൽ രണ്ടുപേരും പോകുമ്പോൾ നയന ആദർശിനെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ നീ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്, എന്നോട് ദേഷ്യമാണോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ആദർശം ഇങ്ങനെ നയനോട് ചോദിക്കുമ്പം അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് നയന. അല്ല നിന്റെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടാലേ നീ എന്തോ വലിയ വിജയം നേടിയതുപോലെയൊക്കെയാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാന്ന് പറഞ്ഞു. ഇവിടെ വിജയവും പരാജയവും ഒന്നുമില്ല, ഒരാൾക്ക് മറ്റൊരാളെ കാണണമെന്ന് തോന്നുമ്പോഴേ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ തോന്നുമ്പോഴും അതൊക്കെ ചെയ്യും. അത് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളല്ലെന്ന് ചോദിച്ചു. അതെ, അതിൻ്റെ പേരിൽ ഇനി വലിയ അഹങ്കാരമൊന്നും കാണിക്കാൻ നിൽക്കേണ്ട, അങ്ങനെ കാണിച്ചാലേ ഞാൻ തിരിച്ചു കൊണ്ടുവിടുമെന്ന് ആദർശ് പറഞ്ഞു. അപ്പോൾ കൊണ്ടുവിട്ടോ, ഞാനും അവിടെ തന്നെ നിന്നോളാമെന്ന് പറഞ്ഞു നയന. എന്തായാലും മുത്തശ്ശൻ കൂടെ ഉള്ളിടത്തോളം കാലം ഇങ്ങനെയൊക്കെ വേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞാലോ എന്ന് നയന ചോദിച്ചു. അത് കഴിഞ്ഞാൽ രണ്ടിലൊന്ന് തീരുമാനിക്കും. അപ്പോൾ അത് എന്താ ഈ രണ്ടിലൊന്നെന്ന് നയന ചോദിച്ചപ്പം നീ എൻ്റെ ക്ഷമയെ വെറുതെ പരീക്ഷിക്കരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ദേഷ്യപ്പെട്ടു, വിഷയത്തിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട്. നിനക്ക് മുല്ലപ്പൂ വേണോ എന്ന് ആദർശ് ചോദിച്ചു. അപ്പോൾ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല വേണമെങ്കിൽ വാങ്ങിത്തരാം, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി മാത്രം കേട്ടോ ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം മനസ്സിലായി, അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നും നയന പറയണം. അങ്ങനെ ആദർശ് എന്ത് പറഞ്ഞാലും അതെല്ലാം മനസ്സിലാക്കി നമ്മുടെ നയന ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആദർശേട്ടൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയല്ലെന്ന് ചോദിച്ചപ്പോൾ സത്യം നീ മനസ്സിലാക്കി എടുത്തല്ലോ, ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് നിൻ്റെ കാര്യത്തിൽ. ശരി നേരെ നോക്കി വണ്ടി ഓടിക്കാൻ പറഞ്ഞു നയന എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് നമ്മുടെ ആദർശിരുന്ന് വണ്ടി ഓടിക്കുന്നു. അപ്പോഴും ഇടയ്ക്ക് ഓട്ടക്കണ്ണിട്ടിങ്ങനെ നയനെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ട്. എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശി ഇരുന്ന് വീട്ടിൽ സംസാരിക്കാം. നയന നേടിക്കൊടുത്ത 4.5 കോടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയണു. നയനമോള് ഉണ്ടാക്കിയ ആ ഒരു ഡിസൈനാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ കമ്പനിയുടെ മെയിൻ ഡിസൈനറായി മോള് ചുമതലയാക്കേണ്ട സമയം കഴിഞ്ഞല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം അതൊക്കെ തീരുമാനിക്കേണ്ടത് MD അല്ലേ, നമ്മളായിട്ട് ഇനി ഒന്നിനും പ്രഷർ ചെലുത്തണ്ട, അവൻ അതെല്ലാം നോക്കി ചെയ്യട്ടെ എന്ന് മുത്തശ്ശൻ അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറയണു. അപ്പോഴേക്കും ദേവയാനി അങ്ങോട്ടേക്ക് വന്നു. ദേവയാനി ചായം കൊണ്ട് വന്നപ്പോൾ എല്ലാവരും പരിഹസിക്കുമല്ലോ നയനെ, 4.5 കോടിയുടെ ലാഭം അന്ന് നയന ചെയ്ത ആ ഡിസൈൻ വഴി നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് മുത്തശ്ശി ദേവയാനിയോട് പറഞ്ഞു. അപ്പം നീ എന്താ ദേവയാനി ഒന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചപ്പം ഞാനെന്ത് പറയാനാ അച്ഛാ, അവൾക്ക് അതുകൊണ്ട് അഹങ്കാരം കൂടിയതെന്ന് ദേവയാനി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദർശം നയനയും കൂടെ വന്നു. അപ്പോൾ ആദർശം നയനയും കൂടെ വന്നപ്പോൾ ഇവരിങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുവാട്ടോ. കയറി വരുന്നത് ആദർശ്, തൊട്ട് പിറകെ നയനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിയുടെ ഉള്ളങ്ങോട്ട് തെളിഞ്ഞങ്ങോട്ട് എന്താ പറയുന്നത്, ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്നത് പോലെയായി. ആ സമയത്ത് ആ ചിരി പെട്ടെന്ന് അങ്ങ് മായ്ച്ചു, കാരണം ഇവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെ പിടിക്കുമല്ലോ, അപ്പോൾ പിന്നെ അത് നാണക്കേടല്ലേ, അതുകൊണ്ട് പുള്ളിക്കാരൻ എന്നിട്ട് വലിയ ജാടയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ചെന്നു മുത്തശ്ശിയും ചെന്ന് കെട്ടിപ്പിടിക്കുവാണ് മോളെ മുത്തശ്ശി. അപ്പോൾ അല്ല മുത്തശ്ശിയും പറഞ്ഞായിരുന്നോ എന്നെ വിളിച്ചുകൊണ്ട് വരണം എന്ന്? അത് കേട്ട ആദർശി ഇങ്ങനെ പപ്പ അടിക്കും കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ വല്ലാത്തൊരിതിൽ നിൽക്കുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന് മുത്തശ്ശി. മോളുടെ സന്തോഷം കണ്ടിട്ട് കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ എന്നല്ലേ ഞങ്ങൾ പറഞ്ഞ് അല്ലേ എന്ത് മുത്തശ്ശനോട് ചോദിച്ചു. അപ്പോൾ ആദർശി ചമ്മി നിൽക്കുക. എങ്ങനെ മോൾ ഒരിക്കലും അനിയുടെ കല്യാണത്തിന് മുൻപ് വരുമെന്ന് ഞങ്ങൾ കരുതിയതേ അല്ല എന്ന് പറഞ്ഞു.
അപ്പം ഞാനും കല്യാണത്തിന് 2 ദിവസം മുന്നേ വരാമെന്നും പറഞ്ഞിരുന്നതാണ്. അപ്പോഴാണ് ആദർശേട്ടൻ വന്ന മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞെന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് നമ്മുടെ നയന പറയണം. അപ്പോഴേക്കും കനകത്തിനൊരു ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അത് പിന്നെ അമ്മയ്ക്ക് വലിയ കഷ്ടപ്പാടായിരുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ്. അപ്പോൾ എനിക്ക് കഷ്ടപ്പാടായിരുന്നത് കൊണ്ട് ഇവളെ വിളിച്ചുകൊണ്ട് വരാൻ ഞാൻ പറഞ്ഞു എന്ന് ദേവയാനി എന്നിട്ട് ആദർശിൻ്റെ തലയിൽ പഴി ചുമത്തി സംസാരിക്കുന്നു. എങ്കിലും കണ്ടറിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ, അതുകൊണ്ടാണെന്ന് ആദർശ് പറയാം. അപ്പോൾ ഉറപ്പായിട്ടും ചെയ്യണമെന്ന് മുത്തശ്ശൻ. കണ്ടറിഞ്ഞ് തന്നെ എല്ലാം ചെയ്യണം. നീ നിൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വന്നത് അത്ര വലിയ തെറ്റായിട്ടൊന്നും നീ കാണണ്ട. പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് നിൻ്റെ അമ്മ ഇങ്ങനെ പിണങ്ങിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ജയനാണ് പോയി വിളിച്ചുകൊണ്ട് വന്നുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞപ്പോൾ ദേവയാനി ചമ്മി. നിൻ്റെ അമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ട് പോലും അവനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേവയാനി അഹങ്കരിച്ച് തലയ്ക്ക് മീതെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിന്നതാണ്. പക്ഷേ ദേവയാനിയുടെ തനി സ്വഭാവം നമ്മുടെ മുത്തശ്ശൻ നയനയ്ക്ക് മുന്നിൽ വിളമ്പി കൊടുത്തു. ഇനിയിപ്പോൾ വലിയ ഇതുണ്ടോ, ഒരു ഇതുമില്ല, ചമ്മി നിൽക്കും അങ്ങനെ. എന്നാൽ നയനമോൾ ഇവിടെ ഒരു തെറ്റും ചെയ്യാതെയാണ് പോയിരിക്കുന്നതെന്നും അതുകൊണ്ട് അവളെ വിളിച്ചുകൊണ്ട് വന്നതിൽ ഒരു തെറ്റുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശിനോട് മുത്തശ്ശൻ പറയാം. കുറച്ച് ദിവസം ഇവളിവിടെ നിൽക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് ആദർശ് പറഞ്ഞപ്പം എന്താ അങ്ങനെ പരീക്ഷണത്തിന് വേണ്ടി മോളിവിടെ നിൽക്കണമെന്ന് മുത്തശ്ശി ആദർശിനോട് ചോദിച്ചു. മോളിവിടെ നിൽക്കേണ്ട, മോൾ പോയിക്കോളാൻ പറഞ്ഞു മുത്തശ്ശി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ഇങ്ങനെ വട്ടം ചുറ്റുക നമ്മുടെ ആദർശം. അല്ല, ഞാൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ പറഞ്ഞത്. പിന്നെ നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മുത്തശ്ശൻ നേരം ചോദിച്ചു. എടാ, ഞങ്ങളിപ്പോൾ മോളെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. മോള് വരച്ച ഡിസൈനിലൂടെ 4.5 കോടിയാണ് ഈ കുടുംബത്തിനും നമ്മുടെ കമ്പനിക്കും ലാഭം കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ച് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാനല്ല മോളെ വിളിച്ചുകൊണ്ട് വന്നത്, മനസ്സിലായോ? പിന്നെ മോൾക്ക് അങ്ങനെ ഒരു കഴിവുള്ളത് കൊണ്ട് അതിനെ ആശ്രയിച്ചു എന്ന് മാത്രം. മോളുടെ ഗുണങ്ങൾ മനസ്സിലാക്കി മോളെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടതെന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോഴേക്കും നമ്മുടെ കനകം ചെന്ന് നയനെ കെട്ടിപ്പിടിച്ചതിൻ്റെ മോള് വരാൻ പറഞ്ഞു. അങ്ങനെ മോളെ സ്നേഹം കൊണ്ട് പൊതിയുന്നു നമ്മുടെ കനകം. ആ സമയത്ത് പ്രായം ചെല്ലുന്തോറും ഇവളുടെ ബുദ്ധിക്ക് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ അതെ ബുദ്ധിക്ക് മങ്ങലം സംഭവിക്കുമെന്നാണ് പറയുന്നത് പ്രായം ചെല്ലുന്തോറുമെന്നും പറഞ്ഞുകൊണ്ട് പറയണു. അപ്പോൾ ബുദ്ധി കുറയും, നിർബന്ധ ബുദ്ധി കൂടുമെന്നും എങ്കിലും ആ പ്രായത്തിലൊന്നും എത്തിയിട്ടില്ല ഇവളെന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞപ്പം ഇതൊക്കെ കേൾപ്പിക്കാനാണോടാ നീ അവളെയും കൂട്ടി വന്നതെന്ന് ആദർശിനോട് നമ്മുടെ ദേവയാനി അന്നേരം ചോദിച്ചു. ഇനിയിപ്പോൾ രുചിയുള്ള ഭക്ഷണം കഴിക്കാം. നല്ല ഭക്ഷണം എല്ലാവരും കഴിച്ചിട്ട് കുറച്ച് ദിവസമായി, നിൻ്റെ അമ്മ ഉൾപ്പെടെ എല്ലാവരും. പിന്നെ പറയുമ്പോൾ ആരെയും താഴ്ത്തി കെട്ടാം, പ്രവൃത്തിയിൽ അത് കാണിക്കാൻ ഒരുത്തിക്കും കഴിയില്ലെന്ന് മുത്തശ്ശൻ പറഞ്ഞു. ദേവയാനി ഇങ്ങനെ തലയെടുപ്പോടുകൂടി ഇങ്ങനെ നിൽക്കുവാണ്, കാരണം ജയിച്ചു, ഇനിയിപ്പോൾ അടുക്കളപ്പണി ചെയ്യണ്ടല്ലോ അതുകൊണ്ട്. അതെല്ലാം കഴിഞ്ഞതേ നമ്മുടെ നയനയും കനകയും കൂടെ മുറിയിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ആ ഒരു രീതികളെ പറ്റിയൊക്കെ, ഒരു മാറ്റമില്ലാത്ത രീതികളെ പറ്റിയൊക്കെ നയന പറയുമ്പം ആര് പറഞ്ഞു മാറ്റമില്ലെന്ന്? ഇന്നലെ ഉറങ്ങാതിരുന്ന ആദർശമോനെ അമ്മ കണ്ടതല്ലേ എന്ന് ചോദിച്ചു. പക്ഷേ അവനത് സമ്മതിച്ചു തന്നില്ല. അപ്പോൾ എന്തായാലും എൻ്റെ മുന്നിൽ താഴ്ന്നു തരാൻ ആദർശേട്ടന് ഭയങ്കര മടിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ വലിയ പ്രയാസമായിരുന്നു എന്നൊക്കെ നയന പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സുകൊണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണെന്ന് കനകം പറയാം. അപ്പം ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ, എന്നോടല്ലേ അതില്ലാത്തത് എന്ന് നയന കനകത്തിനോട് പറയുമ്പം അതൊക്കെ മോളുടെ തോന്നലാണ്, അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ആദർശ് മോൻ ഇപ്പോൾ മോളെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാലം എന്നെ ഒരു ജോലിക്കാരിയായിട്ടാണ് ഇവിടെ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം. അതിനപ്പുറം സ്നേഹമൊന്നും എന്നോടില്ല. പിന്നെ ഇവിടുത്തെ ജോലികളെക്കുറിച്ച് എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ഞാൻ മാറി നിന്നത് എന്ന് നയന പറഞ്ഞു. എൻ്റെ അമ്മ എല്ലാ ജോലിയും ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ള വിഷമം എനിക്കുണ്ടായിരുന്നു. എന്തായാലും ഈ വീട്ടിലുള്ളവരെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അത് ഒഴിവാക്കിയല്ലോ. ഇനി ഏതായാലും ആദർശ് മോൻ കുറച്ചൊക്കെ മാന്യമായിട്ടേ മോളോട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യത്തുള്ളന്നേ. മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടാകട്ടോ എന്ന് പറഞ്ഞു. മോളുടെ ഈ വീട്ടിലെ പ്രാധാന്യം എന്താണെന്ന് മോളുടെ ഭർത്താവിന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നേ എൻ്റെ നയനമോൾക്കല്ലേ അറിയോ. ഇവിടെ കിടന്ന് എല്ലാം കുറെ കറങ്ങിയെന്നൊക്കെ പറഞ്ഞു. എന്തായാലും നയനയ്ക്ക് സമാധാനപരമായിട്ടുള്ള വാക്കുകളൊക്കെ കനകം പറഞ്ഞു കൊടുത്തു. ആദർശേട്ടൻ ഫോണിൽ വിളിക്കുമ്പോഴൊക്കെ അങ്ങനെ ഒരു ചെറിയ ഇഷ്ടമുള്ളതൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും എൻ്റെ പൊന്നുമോള് ഇനി അങ്ങോട്ട് മോളുടെ ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കണം. പിന്നെ ആദർശമോനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ആദർശമോന് മോളോട് ഒരുപാട് സ്നേഹമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കനകം അങ്ങ് പോയി. ഞാനിങ്ങനെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന ആദർശിനാണെങ്കിൽ ഭയങ്കര ഉഷാറ് വന്നിട്ടുണ്ട്. ഇപ്പം മൂളിപ്പാട്ടൊക്കെ പാടി എല്ലാ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഭയങ്കര കാട്ടായൊക്കെ. അപ്പോൾ അത് കണ്ടുകൊണ്ട് നമ്മുടെ നയന വരുന്നത്. നയനെ കണ്ടപ്പോഴത്തേക്കും പിന്നെ ജാടയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം എന്താ പറ്റിയതെന്ന് ചോദിച്ചു നയന. ഞാനൊന്ന് എക്സസൈസ് ചെയ്തതാണെന്ന് പറഞ്ഞപ്പം ഇങ്ങനെയാണോ എക്സസൈസ് ഒക്കെ ചെയ്യുന്നതെന്ന് നയന ആദർശിനോട് ചോദിക്കുവാണേ. ഇങ്ങനെയും എക്സസൈസ് ഒക്കെ ചെയ്യാം, അതിനിപ്പോൾ എന്താണെന്ന് ചോദിച്ചു ആദർശ്. അല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉറക്കം കുറവായിരുന്നല്ലേ എന്ന് നയന ചോദിച്ചപ്പം ആര് പറഞ്ഞു എനിക്ക് ഉറക്കമില്ലായിരുന്നു എന്ന്? ഞാനേ ഏറ്റവും നന്നായിട്ട് ഉറങ്ങിയത് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു എന്ന് ആദർശ് നയനോട് പറയുമ്പം ഓഹോ, അപ്പോൾ അർദ്ധരാത്രി എൻ്റെ അമ്മ കണ്ടത് ആദർശേട്ടൻ്റെ പ്രേതത്തിനെയാണോ എന്ന് ചോദിച്ചപ്പം ആദർശ് ഇങ്ങനെ ചമ്മി നിൽക്കുക. എന്തായാലും വന്ന് കയറിയതും നയന ഓരോ കാഴ്ചകളായിട്ട് കണ്ട് ഞെട്ടാൻ തുടങ്ങി. അപ്പോൾ എന്താ ഒന്നും മിണ്ടാത്തേ എന്ന് നയന ചോദിച്ചപ്പം അതോ
അത് പിന്നെ ചിലപ്പോൾ എനിക്ക് ഉറക്കം വരാറില്ല രാത്രിയിൽ, അതുകൊണ്ടാണ്. ഭാര്യയില്ലാത്ത രാത്രികളിൽ പ്രത്യേകിച്ചല്ലേ എന്ന് നയന ചോദിച്ചപ്പോൾ, അതെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ പോയപ്പോൾ ഈ വീടിൻ്റെ താളം തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഒരു വീട്ടിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ജോലിക്കാരി പെട്ടെന്ന് പണിമുടക്കി പോയി കഴിഞ്ഞാൽ ആ വീട്ടിലെ പല കാര്യങ്ങളും മുടങ്ങും. നീ പോയപ്പോഴും അത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതിനപ്പുറം ഒന്നും സംഭവിച്ചില്ല. പിന്നെ എന്തിനാ എന്നെ തിരികെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് നയന അന്നേരം ചോദിച്ചു. അതിൻ്റെ കാരണമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. നിന്റെ ചേച്ചി ഒരു തെറ്റ് ചെയ്തപ്പോൾ അതിന് കൂട്ടു നിന്നതിന് നിന്നെ ഇവിടെ നിന്നും പുറത്താക്കിയതാണ്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയാണ് തടസ്സം നിന്നത്. ഈ സമയത്ത് മുത്തശ്ശനെയും മുത്തശ്ശിയും വിചാരിച്ചാണ് നിന്നെ തിരിച്ചു കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പം ഞാനതിന് തിരിച്ചു വരണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പം ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. പിന്നെ കൂടെ വരാൻ പറയാനൊരു മടി. അപ്പം അങ്ങനെ ഒരു മടിയില്ല. മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അച്ഛൻ ചോദിച്ചതാ എന്നെ കൂടെ വിടട്ടെ എന്ന്. പിന്നെ കുറച്ച് ദിവസം നിന്നിട്ട് വന്നാൽ മതിയെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും ആ സമയം പറഞ്ഞെന്ന് പറയുമ്പം അത് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവരുടെ മനസ്സ് വായിക്കാനൊക്കെ എനിക്ക് പറ്റുമെന്ന് ആദർശ് പറഞ്ഞു. എന്നാൽ എൻ്റെ ഭർത്താവിൻ്റെ മനസ്സ് വായിക്കാൻ എനിക്കും നന്നായിട്ട് അറിയാവുന്ന നമ്മുടെ നയന പറഞ്ഞു. എന്നാൽ നീ വായിച്ചതൊന്ന് പറഞ്ഞ് കേൾക്കട്ടെ എന്ന് ആദർശ്. അപ്പോൾ അത് തന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ ഇല്ലാത്തത് കൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല എൻ്റെ ഭർത്താവിനെന്ന്. നേരല്ലേ എന്ന് ചോദിച്ചു. ഇനിയേ നിന്നോട് തർക്കിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ലെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ, കൂടുതൽ തർക്കിച്ചാലേ ഞാൻ ഇനിയും പോകുന്നു നയന പറഞ്ഞപ്പോൾ, പൊക്കോ എനിക്കെന്താ പ്രശ്നമെന്ന് ചോദിച്ചു ആദർശ്. ഒരു പ്രശ്നവും ഇല്ലല്ലോ അല്ലേ എന്ന് നയന വീണ്ടും ചോദിച്ചു. അപ്പോൾ വീണ്ടും വെറുതെ മുത്തശ്ശനെയും മുത്തശ്ശിയും വിഷമിപ്പിക്കരുത്, എനിക്ക് അത്രേ പറയാനുള്ളെന്ന് പറഞ്ഞു. ജീവിതകാലം മുഴുവൻ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പേര് പറഞ്ഞ് എന്നെ പൊട്ടിയാക്കാനാണോ വിചാരിച്ച് വെച്ചിരിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലെന്ന് ആദർശം പറഞ്ഞു. അവർക്ക് വേണ്ടിയൊന്നുമല്ല ഞാൻ നിന്നെ വന്ന് വിളിച്ചതെന്ന് പറഞ്ഞപ്പം അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അവർക്ക് വേണ്ടിയല്ല, ആദർശേട്ടന് വേണ്ടി എന്നെ വന്ന് വിളിച്ചതെന്ന്. സോറി, എനിക്ക് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണെന്ന് ആദർശ് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതൊന്നുമല്ല, ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് നയനി അങ്ങ് പോയി. അങ്ങനത്തെ അരുന്തപുരി തറവാട്ടിലേക്ക് കയറി വന്ന നമ്മുടെ നയന ഭരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആദർശൊക്കെ വെറും പൂച്ചയായി. അങ്ങനെ ആദർശ് ഇങ്ങനെ ഒരു കള്ളച്ചിരിയൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. എന്തായാലും ആദർശിന് ഉള്ളിലെ ആ ഒരു ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാതെ അവിടെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ഒരു പോലീസ് ഓഫീസറെയാണ്. അപ്പോൾ അന്നതേ നമ്മുടെ ആദർശിനെയാണ് സാറ് വിളിക്കുന്നത്. അപ്പോൾ എന്നോട് അന്ന് പറഞ്ഞിരുന്നില്ലേ ഒരുത്തനെക്കുറിച്ച്, അനിയൻ്റെ ഭാര്യയെ ശല്യം ചെയ്യുന്ന ഒരുത്തനെക്കുറിച്ച്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അത് കാരണം പല ബുദ്ധിമുട്ടും ഉണ്ടായതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ സാറിനോട് പറഞ്ഞു. അപ്പോൾ അവനെ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ സാറ് പറയാം. ആ സമയത്ത് നമ്മുടെ നയനയും നവിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ആ നിർമ്മൽ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ആ വീട് പോലീസ് വളഞ്ഞു എന്നും പറഞ്ഞ് ആദർശ് ഇവരോട് പറയപ്പോഴേക്കും അഭി വന്നു. ഇത് കേട്ടോണ്ട് അഭി എന്നിട്ട് മറിഞ്ഞു നിന്ന് ഇവർ പറയുന്നൊക്കെ കേൾക്കുക കേട്ടോ. അപ്പോൾ അവനെ അധികം താമസിയാതെ പിടിക്കും. നിങ്ങളൊക്കെ ഇപ്പോൾ അഭിയെ സംശയിക്കുന്നുണ്ടല്ലോ, അവനാണ് നിർമ്മലിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതെങ്കിൽ അത് ഇന്നത്തോടെ തെളിയുമെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ആദർശ് പറയുന്നു. അഭി ഞെട്ടി. അഭി പകുതി ജീവൻ പോയി അവിടെ നിൽക്കുക. എന്തായാലും നവിയും അഭിയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ കഥകളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ നവിയുടെ ഭർത്താവായ അഭിക്കല്ലാതെ മറ്റാർക്കെങ്കിലും അവൻ ഫോട്ടോസ് അയച്ചു കൊടുക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ആദർശ് ഇങ്ങനെ നവിയോട് ചോദിച്ചു. അപ്പം ഇതിനെ അങ്ങനെ ചെറുതായിട്ട് കാണണ്ട ആദർശേട്ടാ. പിന്നെ അന്നത്തെ ആ ഓരോരോ സംഭവങ്ങളൊക്കെ ഒത്തു നോക്കുമ്പോൾ വീട്ടിനകത്തുള്ളവരെയും സംശയിച്ചേ പറ്റുമെന്ന് നയന തർപ്പിച്ചു പറയുന്നു. ആ സംശയം അവസാനിപ്പിക്കാനാണ് അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് ഞാൻ SIയോട് പറഞ്ഞതെന്നും ആദർശ്. എന്തായാലും ഉടനെ അദ്ദേഹം വിളിക്കും. അവൻ പോലീസ് കസ്റ്റഡിയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേഷനിലോട്ട് പോകാമെന്ന് പറഞ്ഞ് ആദർശ് പറയുന്നു. അബി അവിടെ നിന്ന് അയ്യോ ഒത്തോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ രസകരമായ ഒരു രീതിയിൽ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.